പോയ കാലത്തിൻ്റെ നടപ്പുരീതികൾ വരുംകാലത്തിനോട് സംവദിക്കുന്ന ഒരു ചരിത്ര പുസ്തക നിർമ്മിതിയാണ് മലയോരത്തെ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ ബാബു പുലപ്പാടി അടിമ ചരിത്രം എന്ന തൻ്റെ പ്രഥമ ചരിത്ര പുസ്തകത്തിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത്. ജാതി മേലാളർക്ക് അലസമായി വൃത്തികെട്ട ജീവിതം നയിക്കാൻ വേണ്ടി കുരുതി കൊടുക്കപ്പെട്ട അധ്വാന മനുഷ്യരുടെ കീഴാള ജനതയുടെ അസ്ഥികളുടെ ഉറപ്പിലാണ് ചരിത്രങ്ങളെല്ലാം ഉയർന്നു നിൽക്കുന്നത് എന്ന ബോധ്യമാണ് ബാബുവിനെ ഇത്തരമൊരു പുസ്തകരചനയിലേക്ക് എത്തിച്ചത്. പുസ്തകം ഈ വരുന്ന 21-ാം തീയതി പ്രകാശനം ചെയ്യും. ഉയർന്ന ഭാവനയും അക്ഷരക്കൂട്ടങ്ങളുടെ പിൻബലവും കൊണ്ട് സാധ്യമാവുന്ന മറ്റു രചനകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ഒരു ചരിത്ര ഗ്രന്ഥത്തിൻ്റെ നിർമ്മിതി. അത് പോയ കാലത്തിൻ്റെ നടപ്പുരീതികൾ വരുംകാലത്തിനോട് സംവദിക്കുന്നതായതുകൊണ്ട് തന്നെ തീർത്തും സത്യസന്ധവും കറകളഞ്ഞ സാക്ഷ്യപ്പെടുത്തലുമാവേണ്ടതുണ്ട്. അതിന് പരന്ന വായനയും ഏറെ നാളത്തെ അന്വേഷണവും അത്യന്താപേക്ഷിതവുമാണ്. അത്തരമൊരു ചരിത്ര പുസ്തക നിർമ്മിതിയാണ് മലയോരത്തെ ഒരു സാധാരണ കൂലിപ്പണിക്കാരനായ ബാബു പുലപ്പാടി അടിമചരിത്രം എന്ന തൻ്റെ പ്രഥമ ചരിത്ര പുസ്തകത്തിലൂടെ സാധ്യമാക്കിയിരിക്കുന്നത്. ഒരു സാധാരണ ദളിത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ബാബുവിന് ദാരിദ്ര്യവും കൂടപ്പുറപ്പായിരുന്നതുകൊണ്ട് സ്കൂൾ പഠനകാലത്ത് വിശപ്പ് മറക്കാനുള്ള ഉപാധിയായിരുന്നു മൈക്കോ മുക്കം ഓഫീസിലെത്തിയുള്ള വായന. മണാശ്ശേരി ഗവൺമെൻറ് UP സ്കൂളിലെയും മുക്കം ഹൈസ്കൂളിലെയും പഠനത്തിന് ശേഷം മണാശ്ശേരിയിലെ സ്വകാര്യ സമാന്തര കോളേജിൽ പ്രീ ഡിഗ്രി പഠനത്തോടൊപ്പമാണ് ബാബുവിൻ്റെ വായനാശീലം പിന്നെയും വികസിച്ചത്. ചെറുകഥകളിൽ നിന്നും നോവലുകളിൽ നിന്നും വായന ചരിത്ര ഗ്രന്ഥങ്ങളിലേക്ക് തിരിഞ്ഞതും അക്കാലത്ത് തന്നെ. ഗ്രാമത്തിൽ നിന്നും കോഴിക്കോട് നഗരത്തിലെ പബ്ലിക് ലൈബ്രറിയിലെ ചില്ലലമാരികളിൽ അധികമാരും ശ്രദ്ധിക്കപ്പെടാതെ വിശ്രമിച്ച ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ ബാബുവിൻ്റെ അറിയാനുള്ള ത്വരയ്ക്ക് പാത്രങ്ങളായി. കൂലിവേല ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം പുസ്തകങ്ങൾക്ക് വേണ്ടിയും ചിലവഴിച്ചു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഉത്തരേന്ത്യയിൽ നിന്നും മാധ്യമങ്ങളിലെത്തിയ ചില വാർത്തകളും താൻ ചെറുപ്പം മുതൽ അനുഭവിച്ചറിഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളുമാണ് ബാബുവിനെ അടിമകളുടെ ചരിത്രമെഴുതാൻ പ്രേരിപ്പിച്ചത്. പൊയ്കയിൽ അപ്പച്ചൻ്റെ കവിതാശകലവും പ്രേരണയായി. 5-6 വർഷം മുമ്പൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ വല്ലാതെ ഈ ദളിത് വേട്ടകളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തോന്നി, എന്തുകൊണ്ടായിരിക്കും ഈ ദളിതിനെ ഇങ്ങനെ വേട്ടയാടണമെന്നുള്ള ഒരു തോന്നലും. പിന്നെ ആ കാലത്തുള്ള വായന എന്ന് പറഞ്ഞാൽ പൊയ്കയിൽ അപ്പച്ചൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പൊയ്കയിൽ കുമാരഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ഒരു നവോത്ഥാന നായകനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കാണുന്നുണ്ട് അനേക വംശത്തിൻ്റെ ചരിത്രങ്ങൾ, കാണുന്നില്ല എൻ്റെ വംശത്തിൻ്റെ ചരിത്രങ്ങൾ എവിടെയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കവിത ഉണ്ട്. ആ കവിത വായിച്ചപ്പോഴാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ളൊരു ചരിത്രമോ അല്ലെങ്കിൽ ഈ ഒരു ചരിത്രത്തിലേക്കുള്ള ഒരു പോക്ക് പോവാം, അല്ലെങ്കിൽ ഒരു എഴുത്തിലേക്ക് തിരിച്ചു പോവാന്നുള്ള, അങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത വന്നത്. അങ്ങനെയാണ് എഴുത്തിൻ്റെ തുടക്കമുള്ളത്. പിന്നെ ഞാൻ തോന്നി, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ നരന് അശുദ്ധ വസ്തു ആയിട്ടുള്ള ഒരു വ്യവസ്ഥിതി എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടത്, എങ്ങനെയാണ് ആ രീതിയിലേക്ക് മനുഷ്യൻ മാറ്റിയത്, അല്ലെങ്കിൽ ആരാണ് മാറ്റി മറിച്ചത് എന്നുള്ളൊരു വ്യവസ്ഥിതിയൊക്കെയാണ് നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ എഴുതിയത്. ഒരു കണക്കിൽ പറഞ്ഞാൽ ബാബുവിൻ്റെ തന്നെ വാക്കുകളിൽ ശുദ്ധമായ പ്രകൃതിയിലേക്ക് ശുദ്ധിയോടെ എത്തിയ മനുഷ്യൻ വർണ്ണവർഗങ്ങളുടെ പേരിൽ അശുദ്ധനായി പോകുന്ന വ്യവസ്ഥിതിയോടുള്ള പ്രതിഷേധം കൂടിയാണ് അടിമചരിത്രം എന്ന കൃതി. അത് ആ ഒരു വ്യവസ്ഥിതിയോടുള്ള ഒരു അട്ടഹാസം അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു രീതിയിലുണ്ട്. മനുഷ്യൻ ശുദ്ധ പ്രകൃതിയിലേക്ക് പിറന്നു വീണ മനുഷ്യൻ, എല്ലാവരും തുല്യരാണ്. അപ്പം ആ തുല്യരല്ല ആയിട്ടുള്ള മനുഷ്യരെ ആദ്യം ത്രൈവർണികളാക്കുക, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, പിന്നീട് അത് ചാതുർവർണ്ണയമാക്കുകയും ചെയ്തിട്ടുള്ള വ്യവസ്ഥിതി അത് വേദകാലത്ത് നടന്നതാണ്, അല്ലെങ്കിൽ വൈദിക കാലഘട്ടത്തിൽ. വൈദിക കാലം എന്ന് പറയുകയാണെങ്കിൽ ഈ ആര്യ കുടിയേറ്റ കാലഘട്ടം. മിത്തുകളുടെയും ഐതിഹ്യങ്ങളുടെയും പേരിൽ ചരിത്രം പോലും വളച്ചൊടിക്കുന്ന കാലത്ത് ബാബുവിൻ്റെ അടിമചരിത്രം പൊതുസമൂഹത്തിൽ ചർച്ചയാവേണ്ടത് തന്നെയാണ്. ഈ മനുസ്മൃതി അനുസരിച്ചിട്ടാണ് ഈ ഇന്ത്യ പിന്നെ ജനാധിപത്യ രാഷ്ട്രമാവുന്നത് വരെ ഈ മനുസ്മൃതിയാണ് പിന്നെ ഇവിടുത്തെ ഭരണഘടന. നാടുവാഴികളൊക്കെ രാജ്യഭരണം ഏറ്റെടുക്കുമ്പം പശുവിനും ബ്രാഹ്മണനും വേണ്ടി ഞാൻ ഭരിച്ചു കൊള്ളാം എന്നുള്ള സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ്. പുസ്തകം ഈ വരുന്ന 21-ാം തീയതി വായനക്കാരിലേക്ക് എത്തുകയാണ്.
കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. തൻ്റെ നീണ്ട നാളത്തെ പരിശ്രമം കടലാസിൽ അച്ചടി മഷി പുരണ്ട സന്തോഷത്തിലാണ് ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്ന ബാബുവിൻ്റെ കുടുംബം. അതിനായി ബാബുവിന് താങ്ങും തണലുമായി നിന്നവരും ഏറെയാണ്. ഇപ്പം ഈ നല്ല സഹായം നല്ലവരായ കുറേ സുഹൃത്തുക്കളുണ്ടായിട്ട് ഇപ്പോൾ മണാശ്ശേരിയൊക്കെ ആണെങ്കിൽ നമ്മുടെ സുനിയേട്ടൻ, നമ്മുടെ സഖാവ് സുനി, ഓങ്കാര മാഷ്, അതുപോലെ പിന്നെ കാരന്തൂരിലുള്ള യഹിയ സാറ്, പിന്നെ ഒരു റീന ടീച്ചറുണ്ട് മണാന്തോടിയുള്ള. അപ്പോൾ റീന ടീച്ചർ അങ്ങനെ ഒക്കെ ആളുകളെ, അതുപോലെ ഞാനിപ്പം പിന്നെ പൊതുജന വായനശാലേൻ്റെ പ്രസിഡൻ്റാണ്. ആ നിലക്ക് വായനശാലേൻ്റെ ആ ഭാരവാഹികളും പിന്നെ ഞങ്ങളെ കമ്മിറ്റി അംഗങ്ങളൊക്കെ നല്ല പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പുസ്തകത്തിന് അവതാരിക എഴുതിയ KENൻ്റെ വാക്കുകളിൽ ചരിത്രം ചത്ത വസ്തുക്കളുടെ ചുരുക്കെഴുത്തല്ല, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ ചെറുത്തുനിൽപ്പുകളുടെ കണ്ടെത്തലാണ്. ഉടമകൾക്ക്, ജാതി മേലാളർക്ക് അലസമായി വൃത്തികെട്ട ജീവിതം നയിക്കാൻ വേണ്ടി കുരുതി കൊടുക്കപ്പെട്ട അധ്വാന മനുഷ്യരുടെ, കീഴാള ജനതയുടെ അസ്ഥികളുടെ ഉറപ്പിലാണ് ചരിത്രങ്ങളെല്ലാം ഉയർന്നു നിൽക്കുന്നത്. മരിച്ച രാജാവിൻ്റെയും തമ്പുരാക്കന്മാരുടെയും കൊട്ടാരങ്ങളിൽ നിന്നല്ല, കൊല്ലപ്പെട്ട അടിമകളുടെ അധസ്ഥിത ജന്മങ്ങളുടെ ചവിട്ടിത്താഴ്ത്തിയ ചെളിപ്പാടങ്ങളിൽ നിന്നാണ് അവരെ ജീവനോടെ കണ്ടെടുക്കേണ്ടത്. നിരന്തരമായ വായനയിലൂടെയും അന്വേഷണങ്ങളിലൂടെയും ബാബു പുലപ്പാടി ഇനിയും തുടരേണ്ട അത്തരമൊരു ശ്രമത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. ക്യാമറാമാൻ രാജേഷ് കാരമോലയ്ക്കൊപ്പം വിനോദ് മിശ്രി, CTV പ്രാദേശിക വാർത്ത.